പുണ്യനദിയായ പമ്പയുടെ കരയിൽ ശരണവഴിയുടെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നു. സ്വാമി ശരണം. ദക്ഷിണ ഭാഗീരഥിയാണ് പുണ്യനദിയായ പമ്പ. കാശിയിലെ ഗംഗാതീർത്ഥത്തിന് സമാനമായ പമ്പയുടെ തീരം പല മതസൗഹാർദ്ദ സമ്മേളനങ്ങൾക്കും വേദിയായിട്ടുണ്ട്. പമ്പ എന്ന പുണ്യനദി അയ്യപ്പ കഥകളുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നു. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലും ശബരിമല മാഹാത്മ്യങ്ങളിലും പമ്പയുടെ മഹത്വം പരാമർശിച്ചിട്ടുണ്ട്. പമ്പാതീരത്തു നിന്നുമാണ് പന്തളം രാജാവ് പൈതലായ മണികണ്ഠനെ കണ്ടെത്തിയതെന്ന് അയ്യപ്പ ചരിതങ്ങളിൽ പറയുന്നുണ്ട്. ത്രേതായുഗത്തിലെ ഋഷീശ്വരനായ മാതംഗമുനിയുടെ തപസ്സുകൊണ്ട് ധന്യത നേടിയ ഇടം കൂടിയാണ് പമ്പാതടം. കുളിർവാഹിനിയായ പമ്പയിൽ കുളിച്ച് നവോന്മേഷം നേടിയാണ് ഭക്തലക്ഷങ്ങൾ മല കയറുവാനൊരുങ്ങുന്നത്. അനേക ദൂരം താണ്ടി വന്ന് ക്ഷീണിതരായവർക്ക് പമ്പ ആശ്വാസത്തിന്റെ ശീതളിമയേകുന്നു. പാപം മറിച്ചിട്ടാൽ പമ്പ, പാപം മരിച്ചിടാൻ പമ്പ, പാപനാശിനി പമ്പ, പുണ്യദായിനി പമ്പ. ആദരണീയനായ കവിയും ഗാനരചയിതാവുമായ ശ്രീ RK ദാമോദരൻ സാർ പമ്പാനദിയെ വർണ്ണിച്ചതാണ് ഈ വരികളിലൂടെ. പമ്പാതീർത്ഥത്തിൽ ശ്രീരാമചന്ദ്രൻ പിതൃതർപ്പണം നടത്തിയതായി രാമായണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഉദയനെന്ന കൊള്ളക്കാരനുമായി നടന്ന യുദ്ധത്തിൽ വീരമൃത്യു നേടിയ പടയാളികൾക്ക് ആത്മശാന്തി ലഭിക്കുവാൻ അയ്യപ്പനും സഹയോദ്ധാക്കളും പമ്പയിൽ തർപ്പണം നടത്തിയതായി അയ്യപ്പ ഗീതികളിൽ പറഞ്ഞിരിക്കുന്നു. അതിനാൽ പമ്പയിലെ ബലിതർപ്പണം അതീവ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നു. ഇവിടുത്തെ മണൽത്തിട്ടകളിൽ ഒരുക്കിയ ബലിക്കൽ പുരകളിൽ പുരോഹിതന്മാർ പിതൃബലി തർപ്പണത്തിനുള്ള കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പമ്പസദ്യ ഒരു പ്രധാന അനുഷ്ഠാനമാണ്. മകരസംക്രമത്തിന്റെ തലേ ദിവസമാണ് പമ്പസദ്യ പതിവായി നടത്തുന്നത്. ഗുരുസ്വാമിയുടെ അനുഗ്രഹത്തോടെ സ്വാമിമാർ സദ്യയ്ക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നു. ഇരുമുടിയുടെ പിൻകെട്ടിൽ കരുതിക്കൊണ്ടുവന്ന സാധനങ്ങൾ സദ്യയ്ക്കായി ഉപയോഗിക്കുന്നു. സദ്യ തയ്യാറായി കഴിഞ്ഞാൽ ശരണം വിളിച്ച് അയ്യപ്പസ്വാമിയെ സ്മരിച്ച് വിളമ്പുന്നു. ഭഗവാന്റെ അനുഗ്രഹമനുഭവിച്ച് സദ്യയുടെ സ്വാദറിഞ്ഞ് സ്വാമി ഭക്തന്മാരുടെ ഹൃദയം നിറയുന്നു.
പമ്പ സദ്യ പോലെ പ്രശസ്തമാണ് പമ്പ വിളക്ക്. സദ്യയ്ക്ക് ശേഷം സന്ധ്യയോടെ ദീപക്കാഴ്ച ഒരുങ്ങുന്നു. ഉദയനെ അയ്യപ്പൻ തോൽപ്പിച്ചതിന്റെ സന്തോഷം ഓർമ്മിപ്പിക്കുന്നതാണ് ദീപക്കാഴ്ച. പമ്പാനദിയുടെ തീരങ്ങളിൽ സന്ധ്യാനേരം ദീപപ്രഭയാൽ വർണ്ണാഭമാകുന്നു. പമ്പാ സരസ്തടം ലോകമനോഹരം എന്ന് എഴുത്തച്ഛൻ വർണ്ണിച്ചിട്ടുണ്ട്. കല്ലാറും കക്കിയാറും പമ്പയോട് ചേരുന്ന ഭാഗം ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നു. ശ്രീരാമപാദം ഇവിടെ പതിഞ്ഞതായി വിശ്വസിക്കുന്നു. പമ്പയിൽ കുളിച്ച് പമ്പാ ഗണപതിയെയും ഉപദൈവങ്ങളെയും വന്നിച്ച് അയ്യപ്പ ഭക്തന്മാർ നീലിമല കയറ്റം ആരംഭിക്കുന്നു. പമ്പാ സ്നാനത്തിന് ശേഷം പടികൾ കയറി ചെന്ന് പമ്പാ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അയ്യപ്പ ഭക്തർ നാളികേരമുടച്ചു പ്രാർത്ഥിക്കുന്നു. ഗണപതിയെ കൂടാതെ പരമശിവൻ, പാർവതി, ശ്രീരാമൻ, ഹനുമാൻ, നാഗം എന്നീ ഉപദൈവങ്ങളും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉണ്ട്. പമ്പയിലെ കെട്ടുനിറ മണ്ഡപത്തിൽ ഇരുമുടി കെട്ടു നിറയ്ക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു. നീലിമല കയറ്റം തുടങ്ങുന്നതിന് മുൻപായി പന്തള രാജാവിന്റെ പ്രതിനിധിയുടെ സ്ഥാനമുണ്ട്. അവിടെ നിന്നും ഭസ്മം സ്വീകരിച്ചാണ് അയ്യപ്പ ഭക്തന്മാർ മലകയറ്റം ആരംഭിക്കുന്നത്. स्वामी